ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ NMMS. ടേൺ ടു ലേൺ NMMSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ അതായത് 2023 NMMSൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഈ ആഴ്ച തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന വെബ്സൈറ്റാണ് പരീക്ഷാഭവൻ.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അതിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഏരിയയിലുണ്ടാവും റിസൾട്ട്, NMMSൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ NMMSൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലും, ഈ രണ്ട് വെബ്സൈറ്റിലാണ് NMMSൻ്റെ റിസൾട്ട് വരാറുള്ളത്. NMMSൻ്റെ കട്ട് ഓഫ് എല്ലാ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ അടിയിൽ ചോദിക്കുന്നതാണ് NMMSൻ്റെ കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നുള്ളത്. ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ കട്ട് ഓഫ് അത് കാറ്റഗറി വൈസ് ഡിഫറെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് അതിൽ മാറ്റം ഉണ്ടാവും. കാറ്റഗറി വൈസിലും ഡിസ്ട്രിക്ട് വൈസിലും കട്ട് ഓഫിൽ മാറ്റമുണ്ടാവും. എങ്കിലും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്, എത്രത്തോളം മാർക്കുള്ളവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് പലതവണ നമ്മൾ വീഡിയോയിലും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയുകയാണെ, നിങ്ങൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരു 120 സേഫ് സോണാണ്. OBC വിഭാഗം ഏത് ജില്ല ആയിക്കോട്ടെ, OBC വിഭാഗമാണെങ്കിൽ 115 മുകളിലുള്ള മാർക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, സേഫ് സോണാണ്. ദെൻ SC/ST വിഭാഗക്കാർ 110 മുകളിൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് സോണാണ്. അപ്പോൾ ജനറൽ ഒരു 120, OBC ഒരു 115, ദെൻ SC/STക്കാർക്ക് 110. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടില്ല എന്നുള്ളതല്ല, സേഫ് സോണാണ് പറയുന്നത്. ഇതിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട. ഈ കാറ്റഗറി വൈസിൽ ഈ രീതിയിൽ മാർക്കുള്ളവർക്ക് നിങ്ങൾ NMMS കിട്ടുമോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ട, വ്യാവലാതിപ്പെടേണ്ട എന്നുള്ളതാണ്. NMMSൻ്റെ OBC കട്ട് ഓഫ് കഴിഞ്ഞ വർഷങ്ങളിൽ 98 വരെ എത്തിയ ജില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആ 115 അല്ലെങ്കിൽ 110 താഴെയുള്ള കാറ്റഗറി വൈസിൽ ജനറൽ 120 താഴെയുള്ളവർ നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്. OBC 115 താഴെയുള്ളവർക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്. SC/STക്കാർ 110 താഴെയുള്ളവർക്ക് കിട്ടില്ല എന്ന്. അവർക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓപ്റ്റ് ഫോർ ദി ബെസ്റ്റ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സേഫ് സോൺ ആണ് എന്നുള്ളെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ടത് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എഴുതി കഴിഞ്ഞ എക്സാമാണ്. ഇനി ബാക്കി വരുന്നതൊക്കെ എന്താണ്, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഓപ്റ്റ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ റിസൾട്ട് നമ്മുടെ ചാനലിൽ NMMSൻ്റെ ചാനലിൽ, ടേൺ ടു ലേൺ NMMSൻ്റെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോച്ചിങ്ങിലൂടെ എത്ര പേർക്ക് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ അതിലേക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് അനാലിസിസ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് വൈസും അതുപോലെ തന്നെ കാറ്റഗറി വൈസും. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ തുടരുക. ഓക്കെ, താങ്ക് യു.